ബേപ്പൂർ തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിലെ തീ ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല. കപ്പലിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി എന്ന വിവരം കൂടി വന്നു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും നേവിയും കോസ്റ്റ് ഗാർഡും തങ്ങളുടെ ദൌത്യം തുടരുകയാണ്. കാണാതായ 4 പേർ, അവർ എവിടെയാണെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. അപകടത്തിൽപ്പെട്ട കപ്പലിൽ രാസവസ്തുക്കൾ അപകടകരമായ അളവിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെള്ളവുമായി ചേർന്നാൽ തീപിടിക്കുന്ന വസ്തുക്കൾ ഉണ്ടെന്നതും ആശങ്ക കൂട്ടുന്നു. കണ്ടെയ്നറുകൾ തീരത്തടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് എറണാകുളം, തൃശൂർ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന 2 നാവികരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ടീം തയ്യാറാണ്. സജോ ദേവസ്യയും റഹീസ് റഷീദുമാണ് ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ. കപ്പലിലെ തീ അണയ്ക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കപ്പലിന് തീപിടിച്ച് ഒരു ദിവസം പിന്നിടുമ്പോഴും തുടരുന്നു എന്നതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. എത്രത്തോളം ദുഷ്കരമാണ് ദൌത്യം? സുജയ, അണയാത്ത ആശങ്ക എന്ന് തന്നെ പറയേണ്ടി വരും. ദീർഘമായ മണിക്കൂറുകൾ ഇതിനകം ഈ ദൌത്യം പിന്നിട്ടു. കോസ്റ്റ് ഗാർഡിന്റെ 5 വെസലുകളുണ്ട്. ഒപ്പം അഡീഷണലായി എത്തിച്ചേർന്ന ICG സമർദ്ദുണ്ട്. ഒപ്പം നാവികസേനയുടെ INS സത്ലജും സ്ഥലത്തുണ്ട്. പക്ഷേ തുടർച്ചയായ പൊട്ടിത്തെറികൾ ഉണ്ടാകും. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ 157ഓളം കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തു, തീയോട് വളരെ വേഗത്തിൽ പ്രതിപ്രവർത്തനം സംഭവിക്കുന്ന പദാർത്ഥങ്ങളൊക്കെയാണുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും ചെയ്തു. അതുകൊണ്ട് പരമാവധി അടുത്ത് ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വാൻഹായ് കപ്പലിനോട് പരമാവധി എത്രത്തോളം അടുത്ത് ചെല്ലാൻ കഴിയുമോ അത്രത്തോളം എത്തി. ഇനി അത് സുരക്ഷിതമായ ആ അകലം തുടരേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു ഭാഗത്താണ് നമുക്ക് ആദ്യ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗത്താണ് തീ ആളിപ്പടർന്നുകൊണ്ടിരുന്നത്. അത് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു തുടങ്ങി. ഫോർവേഡ് ബേയിലെ തീ നിയന്ത്രണ വിധേയമാക്കാനായി. പക്ഷേ കനത്ത തീയും പുകയും ആവർത്തിച്ചുള്ള പൊട്ടിത്തെറിയും കടുത്ത പുകച്ചുരുളുകളും ഇപ്പോഴും ഉയരുകയാണ്. ഒപ്പം തുടർച്ചയായി ഈ കപ്പലിന്റെ പുറം ഭാഗത്തെ കൂൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഫോമും വെള്ളവും ഒക്കെ സ്പ്രേ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. 3-4 ഘട്ടങ്ങൾ നമുക്ക് MSC എൽസാത്രിയുടെ കാര്യത്തിൽ അറിയാം. 3-4 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ പരിഗണന യഥാർത്ഥത്തിൽ ഈ തീ അണയ്ക്കുന്നതിനൊപ്പം കാണാതായ നാവികരെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ്. അവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു ആശങ്ക ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തീ വളരെ വേഗത്തിൽ അണച്ചാൽ അത്രയും പെട്ടെന്ന് കൂടുതൽ പൊല്യൂഷൻ റെസ്പോൺസ് സംവിധാനങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കടക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഈ കണ്ടെയ്നറുകളിലുള്ള കാർഗോയിലെ അപകടകരമായ പദാർത്ഥങ്ങൾ മാത്രമല്ല, ഓയിൽ സ്പില്ലിലേക്ക് പോയാൽ അതും കണ്ടെയ്ൻ ചെയ്യുക എന്നത് വളരെ ശ്രമകരമായ ദൌത്യമായി മാറും. അപ്പോൾ വളരെ വേഗത്തിൽ തീ അണയ്ക്കുക എന്നതാണ്. പക്ഷേ സുരക്ഷിതമായ അകലം പാലിക്കുക എന്നതാണ്. മറ്റ് വെസലുകളിലെ ക്രൂവിനും ആ വെസലുകൾക്കും സുരക്ഷ എന്നതാണ് ആശങ്ക കൂട്ടുന്നത്.